എല്ലാവരും എല്ലാ പേജിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ പരിഹസിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിൻ്റെ നേതാക്കളെയാണ്. യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ 3 നേതാക്കളാണ് ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി രംഗത്തുള്ളത്. അവർ 3 പേരും മുതിർന്ന നേതാക്കളാണ്. ഒരാൾ പ്രതിപക്ഷ നേതാവാണ്, ഒരാൾ പാർട്ടിയുടെ സീനിയറാണ്, അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ്, മറ്റൊരാൾ മുൻ പ്രതിപക്ഷ നേതാവാണ്, ഇവരെക്കാളൊക്കെ സീനിയറാണ്. ഇവർ 3 പേരും അവരുടെ വേദിയിൽ അഭിപ്രായം പറഞ്ഞു. അവരുടെ പ്രസിഡൻ്റ് അവരോട് സംസാരിച്ചു, പ്രതിപക്ഷ നേതാവ് സംസാരിച്ചു. അതിൻ്റെ മറുപടി അറിയിക്കാം. എല്ലാവരും പാർട്ടിക്ക് വിധേയരായി മറ്റെല്ലാ പരിപാടികളും നിർത്തിവെച്ച് ഇതിലേക്ക് തീരുമാനത്തിനായി വെയിറ്റ് ചെയ്യണം എന്ന അഭിപ്രായമുണ്ടായി. അവരെല്ലാവരും നിശബ്ദരായി അവരവരുടെ മേഖലകളിലേക്ക് തിരിഞ്ഞു. പക്ഷേ നിർത്താതെ അണികൾ അതിൻ്റെ രൂപത്തിലും ഭാവത്തിലും ഇങ്ങനെ സ്നേഹം കൊണ്ടെന്ന പേരിൽ, സന്തോഷം കൊണ്ടെന്ന പേരിൽ, പിന്തുണ കൊണ്ടെന്ന പേരിൽ ഒരു കാര്യവുമില്ലാതെ ആക്രോശിച്ച് പരസ്പരം നേതാക്കളെ അപമാനിച്ച് ഉൾപ്പുളകം കൊള്ളുകയാണ്. അതിന് എണ്ണ കോരി ഒഴിക്കാൻ വേണ്ടി മുതലാളിമാരുടെ ചാനലുകൾ മത്സരരംഗത്തുണ്ട്. അത് കണ്ട് ആടിക്കളിക്കുന്ന കുരങ്ങിനെ പോലെ അനുയായികൾ ഇങ്ങനെ തുള്ളി 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 തിമിർക്കുകയാണ്. അതിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നത് CNN മുതലാളിയുടെ, അതായത് ന്യൂസ് 18ൻ്റെ മുതലാളിയുടെ, അംബാനി മുതലാളിയുടെ ചാനലിലെ പുതിയ വാർത്തയാണ്. ആ പുതിയ വാർത്ത ദേ ഇങ്ങനെയാണ്. Who's going to be the next Chief Minister of Kerala? Well, early indications suggest that V.D. Satheesan seems to be having the numbers. In fact, CNN News 18 sources do confirm to us, according to some of the party numbers given within the party itself, the internal count, we understand that V.D. Satheesan is having the backing of nearly 32 MLAs, and that's ahead of K.C. Venugopal, who has only 22. Ramesh Chennitala has six of the MLAs backing him, and a small group aligned with the High Command's choice. Now, according to sources, V.D. Satheesan is backed by around 32 MLAs, which ഇതാണ് ആ വാർത്ത. ഇത് പുറത്തുവിടുന്നത് അദാനി മുതലാളിയുടെ ചാനലാണ്. ഈ അദാനി മുതലാളിയുടെ ചാനൽ ഈ പുറത്തുവിടുന്ന വാർത്ത പൂർണ്ണമായും അസത്യമാണ്, വ്യാജമാണ്, കളവാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ദിവസങ്ങളിലെ കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും മുഴുവൻ ദൃശ്യമാധ്യമങ്ങളും എടുത്തു നോക്കിയാൽ അതിലെ ഡിഫറൻസിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി അതിലുണ്ട്. ഓരോ MLAമാരോട് ചോദിച്ചാലും അതിനെ സംബന്ധിച്ച കൃത്യമായ കണക്കുണ്ട്. അതിൻ്റെ രേഖകൾ സഹിതം ഇന്ത്യൻ എക്സ്പ്രസ് പുറത്തുവിട്ടിരുന്നു. ആ എടുത്ത ചിത്രമടക്കം അവർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് വലിയ ചർച്ചയും നടന്നതാണ്. ഈ ചർച്ചയെല്ലാം നടക്കുമ്പോഴാണ് ഇതിനേക്കാളൊക്കെ അപ്പുറം ഞങ്ങളെല്ലാം പരിഗണിച്ച് തീരുമാനിച്ചോളാമെന്ന് ആര് പറഞ്ഞത്? സാക്ഷാൽ രാഹുൽ ഗാന്ധി പറഞ്ഞത്. ആ രാഹുൽ ഗാന്ധി പറഞ്ഞത് കേട്ട് മടങ്ങിയ നേതാക്കൾക്ക് മുന്നിലേക്ക് ഈ അനുയായികളെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന ഈ ഒരു വാർത്ത പുറത്തേക്ക് ഇട്ടുകൊടുക്കുന്നത് അംബാനിയുടെ ചാനലാണ്. അംബാനിയുടെ ചാനലിന് എന്താ ഇതിലൊരു താല്പര്യം? പ്രത്യേകിച്ച് കോൺഗ്രസ് സർക്കാരിനെ എന്തെങ്കിലും വരുത്താനോ രക്ഷപ്പെടുത്താനോ അംബാനിക്ക് യാതൊരു പ്ലാനുമില്ല. ദേശീയ തലത്തിൽ എല്ലാ BJP ലിങ്ക്ഡ് വാർത്തകളും പുറത്തുവിട്ട് എല്ലാ വിദ്വേഷവും പ്രചരിപ്പിക്കുന്ന ചാനലുകളിലൊന്നാണിത്. ഇത് പുറത്തു വന്നതോടുകൂടി നേതാക്കളുടെ അനുയായികളും അവരുടെ അടിമ ഗ്രൂപ്പുകളിലേക്കും ഇതെടുത്തങ്ങ് ഷെയർ ചെയ്യുകയാണ്. ഇതിനെ തുടർന്ന് എന്താണ്? അങ്ങടും ഇങ്ങടും തെറി വിളിക്കലും അതുപോലെ തന്നെ വികാരം കത്തിക്കലും ഇതെടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യലും. ഇവരൊന്നും യഥാർത്ഥത്തിൽ ഈ പാർട്ടി എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൽ ഒരു ഗവൺമെൻറ് മാറി വേറൊരു ഗവൺമെൻറ് വന്നതിൻ്റെയോ അല്ലെങ്കിൽ ആ ഗവൺമെൻറ് മാറിയതിൻ്റെയോ കാരണങ്ങൾ ചർച്ച ചെയ്യുന്നതിന് പകരം ഇവരിടുന്ന ഈ സംഗതികളിൽ തൂങ്ങിയാടുകയാണ് ചെയ്യുന്നതെന്നുള്ളതാണ് സത്യം. ഇനി ഇതുപോലെ തന്നെ മറ്റൊരു വാർത്ത അത് പുറത്തുവിട്ടത് രാജീവ് ചന്ദ്രശേഖർ മുതലാളിയുടെ ചാനലാണ്. അദ്ദേഹമൊക്കെ എത്ര ദിവസം കൊണ്ട് ഈ പാർട്ടിയിലെ നേതാവിനെ തീരുമാനിക്കാൻ വേണ്ടി ഒരു ചാനൽ ഉപയോഗിക്കാമെന്നറിയാവോ? എന്തൊരു സ്നേഹമാണ്. ദേ ആ വാർത്ത ഇതാണ്. ഇതാണ് കോൺഗ്രസ്സുകാരോട് കവർ സ്റ്റോറിക്ക് പറയാനുള്ളത്. നാണമില്ലല്ലോ തമ്മിലടിക്കാൻ. ചൊറിയും കുത്തി പദം പറഞ്ഞിരുന്ന 10 കൊല്ലം ഉണ്ടായിരുന്നല്ലോ. പോട്ടെ, 2026 തെരഞ്ഞെടുപ്പ് ഉണ്ട് എന്ന് ഉറപ്പുള്ള 1 കൊല്ലമെങ്കിലും മുന്നിലുണ്ടായിരുന്നല്ലോ. ഇതൊക്കെ ധാരണയാക്കാൻ KCയും VDയും RCയും മുഖ്യമന്ത്രിയാകാൻ യോഗ്യരാണ്. പക്ഷെ 16-ാം മണിക്കൂറിലെ ഈ കിടമത്സരമുണ്ടല്ലോ, ഇതുപോലൊരു നാണക്കേട്, ഇതുപോലെ വോട്ടർമാരെ അവഹേളിക്കാൻ ഒഴിവാക്കാൻ പറ്റാത്ത നിങ്ങളൊക്കെ എന്ത് നന്നാക്കാനാണ് നാടിനെ? ഇത് സാക്ഷാൽ സിന്ധു സൂര്യകുമാർ മാഡത്തിൻ്റെ നമ്മുടെ മുതലാളി ചാനലിലെ ചർച്ചയാണ്. യഥാർത്ഥത്തിൽ എന്താ? 4-ാം തീയതി തിരഞ്ഞെടുപ്പ് നടന്നു. ഇപ്പോൾ ഇന്ന് 9 5 ദിവസം എടുത്തു. ഈ പറയുന്ന ചരിത്രമൊന്ന് പരിശോധിച്ചാൽ
2025 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ ഒരു മുഖ്യമന്ത്രിയെ കണ്ടെത്താനെടുത്തത് 50 ദിവസമാണ്. 50 ദിവസം. സിന്ധു സൂര്യകുമാർ മോളോ ഈ ചാനലിലോ അങ്ങനെ ഒരു വാർത്ത ചെയ്യുമോ? 50 ദിവസം. 50 ദിവസം. ഒരു പാർട്ടി അധ്യക്ഷനില്ലാതെ അധ്യക്ഷൻ മന്ത്രിയായത് ശേഷം അതിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടി എത്ര മാസങ്ങളാണ് എടുത്തത്? മഹാരാഷ്ട്രയിൽ 2019 ഉദ്ധവ് താക്കറയെ തീരുമാനിക്കാൻ വേണ്ടി എടുത്തത് 35 ദിവസമാണ്. 35 ഡേയ്സ്. 35 ദിവസം. ഇതൊക്കെ ആരാ തിരിച്ചു പറയേണ്ടത്? ഈ കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും അനുഭാവികളായ ആളുകളാണ് ഇത് തിരിച്ചു പറയേണ്ടത്. അവരെന്താ ചെയ്യുന്നത്? അവർ ഈ പറയുന്ന അംബാനി മുതലാളിയുടെയും രാജീവ് ചന്ദ്രശേഖർ മുതലാളിയുടെയും ഒക്കെ ചാനലുകൾ ഇടുന്ന വ്യാജ വാർത്തകളും തമ്മിലടിപ്പിക്കാനുള്ള വാർത്തകളും കുരുത്തടിക്കാനുള്ള വാർത്തകളും എടുത്ത് കോണകം കെട്ടി ആസ്വദിക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ നേതാക്കളല്ല ഇതിൻ്റെ ശാപം. നിങ്ങളെപ്പോലെയുള്ള കുറച്ച് വികാരജീവികളായ ഈ പറയുന്ന പാർട്ടിയും പാർട്ടി സംവിധാനവും എന്ത് തീരുമാനിക്കുന്നു എന്ന് വരെ ക്ഷമയോടെ കാത്തിരിക്കാൻ. എന്തായാലും ഈ പറയുന്ന രാഹുൽ ഗാന്ധിയേക്കാൾ കൂടുതൽ ത്യാഗം സഹിച്ചവരാരും ഈ പാർട്ടിയിലില്ലല്ലോ. ഒരാളും ഉണ്ടാവില്ല. കാരണം അയാൾ ഈ പറഞ്ഞതുപോലെ എന്താ പറയുന്നത് 36 കേസുകളും EDയുടെ റെയ്ഡും സ്വന്തം വസതിയിൽ നിന്ന് ഇറക്കി വിടുകയും ഒക്കെ ചെയ്ത് അനുഭവിക്കേണ്ടി വന്ന ഒരു നേതാവിൻ്റെ പേരാണ് രാഹുൽ ഗാന്ധി. അയാൾക്ക് ഇപ്പോഴാണ് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതൃസ്ഥാനം എന്ന് പറഞ്ഞൊരു സ്ഥാനം കിട്ടിയത്. അതിനപ്പുറം എല്ലാ സന്ദർഭങ്ങളിലും അയാളെ ആക്ഷേപിക്കുകയും അവമാനിക്കുകയും ചെയ്യുന്ന ആളാണ്. അയാളാണ് കഴിഞ്ഞ ദിവസം നേരിട്ട് ഈ നേതാക്കളോട് പറഞ്ഞത്, നിങ്ങൾ ഈ പറഞ്ഞ അഭ്യാസങ്ങളൊക്കെ നിർത്തിവെച്ച് ഈ പാർട്ടിയുടെ തീരുമാനത്തിന് വിധേയമാകണമെന്നും ഈ വിജയമെല്ലാം കൈവരിച്ചതിൻ്റെ രാഷ്ട്രീയ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് തനിക്കറിയാമെന്നും ഇത് എല്ലാവരുടെയും വിജയമാണെന്നും എല്ലാ നേതാക്കൾക്കും അതിൽ ഉത്തരവാദിത്തമുണ്ടെന്നും വളരെ കൃത്യമായി എല്ലാവരോടും പറഞ്ഞു അദ്ദേഹം. പക്ഷേ അനുയായികൾ ഇപ്പോഴും അംബാനി മുതലാളിയുടെ ചാനലിൻ്റെ കണക്ക് കണ്ട് തുള്ളിക്കളിച്ച് വീണ്ടും നേതാക്കളെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുകയാണ്. ഹൈക്കമാൻഡ് എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ സംവിധാനം അവരൊരു കാര്യം ചെയ്യട്ടെ. അവർ എത്ര നേതാക്കളെ വേണമെങ്കിലും അവർക്ക് ബോധ്യത്തിനനുസരിച്ച് ഡേറ്റ അനുസരിച്ച് അവർ VD സതീശനെ മുഖ്യമന്ത്രിയാക്കട്ടെ, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയാക്കട്ടെ, അല്ലെങ്കിൽ വേണുഗോപാലിനെ ആക്കട്ടെ. അതവരുടെ പാർട്ടിയുടെ ഉത്തരവാദിത്തമല്ലേ, പാർട്ടിയുടെ റൈറ്റല്ലേ? സാമൂഹ്യ മാധ്യമത്തിൽ കിടന്ന് എല്ലാവരും അങ്ങ് എഴുതി ചോദിക്കുന്നു, മധ്യപ്രദേശ് കണ്ടില്ലേ, രാജസ്ഥാൻ കണ്ടില്ലേ, അതിൻ്റെ അപ്പുറത്ത് ഹരിയാന കണ്ടില്ലേ? ഇതൊക്കെ മാത്രമേ കോൺഗ്രസ്സുകാർ കാണുന്നുള്ളൂ. ഡൽഹിയിലെ ആം ആദ്മി പാർട്ടി കാണുന്നില്ലേ? മഹാരാഷ്ട്രയിലെ ശരത് പവാറിൻ്റെ പാർട്ടിയുടെ ഗതി കാണുന്നില്ലേ? മഹാരാഷ്ട്രയിലെ ശിവസേന എന്ന് പറയുന്ന പാർട്ടിയുടെ ഗതി കാണുന്നില്ലേ? ഇതൊക്കെ പിളർന്നതും ഇല്ലാതായതും അധികാരത്തിൽ നിന്ന് പോയതും അല്ലെങ്കിൽ അധികാരം നഷ്ടപ്പെട്ടതുമെല്ലാം ഈ പറയുന്ന ഹൈക്കമാൻഡ് എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൻ്റെ പരാജയം കൊണ്ടാണോ ഇതൊക്കെ സംഭവിച്ചത്? മറുവശത്ത് EDയെ കൊണ്ട് റെയ്ഡ് നടത്തി ആരെയും വശത്താക്കാനും ഇല്ലെങ്കിൽ അകത്താക്കാനും വേണ്ടിയുള്ള ഒരു സംവിധാനം. അതുകൂടാതെ ഇലക്ഷൻ കമ്മീഷൻ പോലെ പക്ഷാപാതിത്വത്തോടെ പെരുമാറുന്ന സംവിധാനം. പലപ്പോഴും പല കോടതി വിധികളിലും സംശയമുണ്ടാകുന്ന സമയത്ത് അതിൻ്റെ മുന്നിൽ നിന്ന് പോരാടുന്ന രാഹുൽ ഗാന്ധി എടുക്കുന്ന തീരുമാനത്തെ അതിനെപ്പോലും അംഗീകരിക്കാനാവാതെ നിലവിളിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? ആർക്കാണ് ഇതിൻ്റെ ആവേശം? ഏത് സംഘടനയ്ക്കാണ്? ഏത് മനുഷ്യർക്കാണ്? നിങ്ങൾ എന്ത് സംഭാവനകളാണ് ചെയ്യുന്നത്? ഇന്ന് ഏതോ ഗ്രൂപ്പിൽ നിന്ന് ഫോർവേഡ് ചെയ്ത് വന്ന ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ കേൾക്കുകയുണ്ടായി. അതിലൊരു സാധാരണ മനുഷ്യൻ, ആരോ ഒരു സാധാരണ വോട്ടറാണ്, അയാൾ പറഞ്ഞ കുറച്ച് വാക്കുകൾ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു, എത്രയോ നിരപരാധികളായ മനുഷ്യർ ഇതുപോലെ നോക്കിക്കാണുന്നവരും ഇക്കൂട്ടത്തിലുണ്ടല്ലോ എന്ന് ഞാൻ ഓർത്തു. അതൊന്ന് കേൾക്കാം. പ്രിയ കോൺഗ്രസ് സുഹൃത്തുക്കളെ, ഇവിടെ ഉണ്ടായ പ്രശ്നങ്ങൾ അത്രയും ഇവിടുത്തെ ചാനലുകാർ സൃഷ്ടിച്ചതാണ് എന്ന് വളരെ കൃത്യമായി നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഓരോ കാലഘട്ടത്തിൽ അതാത് ഭരണത്തിലേറുന്നവരെ നിരന്തരം ആക്രമിച്ച് അവരുടെ റേറ്റ് കൂട്ടുക, അവരുടെ ഉപജീവനം കണ്ടെത്തുക എന്നതിൽ കവിഞ്ഞ് നമുക്കിടയിൽ പ്രവർത്തിക്കുന്ന ചാനലുകാർക്കൊരു ആത്മാർത്ഥതയുമില്ല എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട സന്ദർഭമാണിത്. കാരണം ഇവിടെ ഓരോ നേതാക്കളും പറഞ്ഞതായി പറയപ്പെടുന്ന പ്രസ്താവനക്കൊന്നും തന്നെ യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് തന്നെ മനസ്സിലാക്കാം. ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതായി ഇട്ടുള്ള ഒരു മെസ്സേജ് മുകളിൽ കണ്ടു. അതിനൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല. അങ്ങനെ ഒരു അവസ്ഥയെ അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തോട് അടുത്തവർ അങ്ങനെ പറഞ്ഞു എന്നാണ് ആ ലേഖനത്തിലുടനീളം പറയുന്നത്. അതുപോലെ തന്നെ മാത്യു കുയൽനാടൻ പറഞ്ഞത് അത്ര ഗൗരവമായ ഒരു വിഷയത്തിലൊന്നുമല്ല
എന്നിരുന്നാൽ പോലും അത് പർവ്വതീകരിച്ച് മുസ്ലിം ലീഗുമായിട്ടുള്ളൊരു ഭിന്നത സൃഷ്ടിക്കാനുള്ള എല്ലാ അവസ്ഥയും അവർ ഒരുക്കി. അതുപോലെ തന്നെ ഇപ്പം കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ കത്തയച്ചു എന്ന് പറഞ്ഞു. അതേക്കുറിച്ചൊക്കെ യാതൊരു അടിസ്ഥാനവുമില്ല. ഇതൊക്കെയും തന്നെ ഇവിടുത്തെ മീഡിയകൾ അവർ സെൻസേഷൻ ന്യൂസുകൾ പുറത്തുവിടാനുള്ള ആവേശത്തിൽ ഒരുപാട് കള്ളങ്ങൾ നമുക്കിടയിലേക്ക് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതിലൊരു പക്ഷേ ഇപ്രാവശ്യം ബലിയാടായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്, അതിൻ്റെ അണികളാണ്. അവരെ പല ചേരിയിലും കൊണ്ട് നിർത്താൻ അവർക്ക് സാധിച്ചു. അവർ അതിൽ പൂർണ്ണമായി വിജയിച്ചു എന്ന് തന്നെ നാം ഓരോരുത്തരും മനസ്സിലാക്കണം. ഈ ചതിയിൽ അകപ്പെടരുത്. കോൺഗ്രസ് ഇന്ത്യയിൽ നിലനിൽക്കേണ്ട ഒരവസ്ഥയാണ്, പ്രത്യേകിച്ചും കേരളത്തിൽ. അതുകൊണ്ട് തന്നെ നമ്മിലെ ഈ ഭിന്നിപ്പ് മുതലെടുത്ത് പല അവസ്ഥകളും ഇവിടെ രൂപീകരിക്കപ്പെടും. അതിനായി അവരൊന്നും നേടണമെന്ന് ആഗ്രഹിച്ചില്ല. അവർക്ക് റേറ്റിംഗും അവരുടെ ഉപജീവനവും വന്നതിൽ കവിഞ്ഞ് മറ്റൊരു ആത്മാർത്ഥത മാധ്യമധർമ്മവും ഇക്കാലത്തില്ല എന്ന് നാം അടിസ്ഥാനപരമായി മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നമുക്കിടയിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് മുഴുവനും കള്ളങ്ങളാണ്. അതുപോലെ വി.ഡി. സതീശൻ സാർ പറഞ്ഞു, ഞാൻ എന്നെ മുഖ്യമന്ത്രിയാക്കിയില്ലെങ്കിൽ ഞാൻ മറ്റൊരു സ്ഥാനവും ഏൽക്കില്ല, ഞാൻ MLA സ്ഥാനം രാജിവെക്കും എന്നൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ കെ.സി. വേണുഗോപാലിന് ആഗ്രഹമുണ്ടായിരിക്കാം, അത് അദ്ദേഹം പ്രകടിപ്പിച്ചു എന്നതിൽ കവിഞ്ഞ് അദ്ദേഹം പരസ്യമായിട്ട് പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഇതൊക്കെയും തന്നെ മാധ്യമങ്ങളുടെ സൃഷ്ടികളാണ്. അതിൽ നാം കോൺഗ്രസ്സുകാർ പെട്ടു, അല്ലെങ്കിൽ UDF-കാർ പെട്ടു. ഇപ്പോൾ മുസ്ലിം ലീഗ് അണികൾക്ക് വിരോധമായി കുയൽനാടന്റെ ആ പ്രസ്താവന അവർ വളച്ചൊടിച്ച് മറ്റൊരവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചതാണ്. യഥാർത്ഥത്തിൽ ആ പ്രസ്താവനകളൊക്കെ കേട്ടാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. ഇന്നിപ്പോ കാന്തപുരത്തിന്റെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരാളുടെ ഒരു വീഡിയോ കാണാനിടയായി. അദ്ദേഹം പറഞ്ഞ അവസ്ഥ, അദ്ദേഹത്തോട് ചോദിക്കുന്നത് KCയെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം നല്ല വ്യക്തിയാണ് എന്നതിൽ കവിഞ്ഞ കാന്തപുരം ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ആ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് അദ്ദേഹം കത്തയച്ചു. അപ്പോൾ ഇതുകൊണ്ടൊക്കെ തന്നെ ആരൊക്കെയോ നമുക്കിതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അവർ നിരന്തരം LDF ഭരണകാലത്ത് 10 വർഷം LDF-നെതിരായിട്ടുള്ള നീക്കങ്ങളിൽ സജീവമായി പങ്കെടുത്തു. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനായ ഒരു വ്യക്തിയെ ഈ അനാശാസ്യത്തിന്റെ ഒക്കെ പേരിൽ അത്രയും അധികം ക്രൂശിച്ചത് ഇവിടുത്തെ ചാനലുകളാണ്. അദ്ദേഹം അതുകൊണ്ട് തന്നെ ഇന്ന് പാർട്ടിക്ക് പുറത്തുള്ള ഒരവസ്ഥ. ഇതൊക്കെ മനസ്സിലാക്കി ഇനി എന്തായാലും നമ്മൾ ഭരണത്തിൽ കയറും, ആരെങ്കിലും ഒരാൾ മുഖ്യമന്ത്രിയാകും. മിക്കവാറും അത് വി.ഡി. സതീശന് തന്നെയാണ് സാധ്യത എന്ന് മനസ്സിലാക്കാം. ജനവികാരം മാനിച്ചിട്ട് എന്നത് കൊണ്ടല്ല, AICCയുടെ മാനദണ്ഡങ്ങൾ മനസ്സിലാക്കുമ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും സംഭവിക്കുക. ഇനി അതല്ലെങ്കിൽ മറിച്ചാണെങ്കിലും കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചുള്ള അതൊരു വിഷയമാക്കരുത്. ശേഷം ഇത്തരം ചാനലുകളെ നിയന്ത്രിക്കാൻ എന്ത് കൊണ്ടുവരാൻ സാധിക്കും എന്നതിനെ കുറിച്ച് ശക്തമായ മുന്നറിയിപ്പുകൾ നമ്മുടെ നേതാക്കൾക്ക് നൽകുകയും ഇത്തരം ചാനലുകളെ നിയന്ത്രിക്കണം. അവർ പറയുന്നത് കള്ളമാണെങ്കിൽ അവർക്കെതിരെ നടപടി 4 എണ്ണം എടുത്തു കഴിഞ്ഞാൽ ഇതിനൊക്കെ ഒരു അറുതി വരും. ആ കാര്യത്തെക്കുറിച്ച് കോൺഗ്രസ് നേതൃത്വത്തെയും, അതായത് ഇവിടുത്തെ കേരളത്തിലെ എല്ലാ മതേതര വിശ്വാസികളെയും ബോധ്യപ്പെടുത്തി അതിനൊരു തീരുമാനമുണ്ടാക്കാനുള്ള ഒരു ശ്രമം നടത്തുക. അതുപോലെ തന്നെ ഇപ്പോഴുള്ള ഉണ്ടാക്കിയ എല്ലാ പ്രശ്നങ്ങൾക്കും പിന്നിൽ ഇവിടുത്തെ മീഡിയകളാണ് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കി സംയമനം പാലിച്ചുകൊണ്ട് AICC എന്ത് തീരുമാനിക്കുന്നു അത് അംഗീകരിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നാം ഓരോരുത്തരും എത്തിച്ചേരണം. അതിനായി പരിശ്രമിക്കുക. കേട്ടല്ലോ, ഇതാണ് ഒരു സാധാരണ പ്രവർത്തകൻ ചിന്തിക്കേണ്ട ഒരു സംഗതി. 10 വർഷം കൂടിയിരുന്ന ഒരു ഭരണം കിട്ടുമ്പോൾ ആ ഭരണത്തെ ജനോപകാരപ്രദമായി സ്വീകരിച്ച് അതിന് ആ പാർട്ടി നിശ്ചയിക്കുന്ന നേതാവ് ആരാണോ അയാളുടെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ആ ഉണ്ടാകുന്ന മന്ത്രിസഭയുടെ കീഴിൽ ജനങ്ങൾക്ക് നന്മ ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്താനും അതും നന്മ ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്താൻ ശ്രമിക്കേണ്ടതിന് പകരം തൂങ്ങിയാടി ബഹളം വെച്ച് അംബാനി മുതലാളിയും അദാനി മുതലാളിയും രാജീവ് ചന്ദ്രശേഖർ മുതലാളിയും പടച്ചുവിടുന്ന വാർത്തകൾ പങ്കുവെച്ച് പരസ്പരം സ്വന്തം നേതാക്കളെ ചീത്ത പറഞ്ഞ് ഏത് പാർട്ടിയാണ് നിങ്ങൾ സഹായിക്കുന്നത്? ഏത് പാർട്ടിയെ? ഏത് മുന്നണിയെ?